ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് പബ്ലിക്കേഷനാണ്. സാധാരണ PSC എക്സാമിനായാലും CCB എക്സാമിനായാലും സ്ഥിരമായി ചോദിച്ചു വരുന്നുള്ള പബ്ലിക്കേഷൻ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ കണ്ട ശേഷം വീഡിയോയുടെ ലാസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് കൂടിയുണ്ട്, അതുകൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാമീയ ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് നബാർഡ്. നബാർഡിന്റെ പബ്ലിക്കേഷനാണ് ഗ്രാമീയ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെസ്കോബ് ബുള്ളറ്റിൻ. നെസ്കോ ബുള്ളറ്റിൻ ആരുടെ പബ്ലിക്കേഷനാണ്? നെസ്കോബിന്റെയാണ്. നെസ്കോബിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് നെസ്കോബ് അറിയപ്പെടുന്നത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് പ്രോസ്പെക്റ്റീവ് ആരുടെ പബ്ലിക്കേഷനാണ്? വാംനികോം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, കോപ്പറേറ്റീവ് ബാങ്കിങ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ബാങ്കിങ്. അതൊരു വീക്കിലി പബ്ലിക്കേഷനാണ്. അടുത്തത് ക്ഷീര സന്ദേശം. മിൽമയുടെ പബ്ലിക്കേഷനാണ് ക്ഷീര സന്ദേശം. അടുത്തത് കയർ വ്യവസായം. കയർ വ്യവസായയുടെ പബ്ലിക്കേഷനാണ് കയർഫെഡിന്റെ പബ്ലിക്കേഷനാണ് കയർ വ്യവസായം. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിങ് ആരുടെയാണ്? നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ബാങ്കിങ്. ക്ഷീര സന്ദേശം മിൽമയുടെയാണ്. അത് കയർഫെഡിന്റെ പബ്ലിക്കേഷൻ കയർ വ്യവസായമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, വിനിമയ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റിന്റെ പബ്ലിക്കേഷനാണ് വിനിമയ. ഇത് ക്വാർട്ടർലി ജേണലാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ജാഗൃതി. ജാഗൃതി ആരുടെ പബ്ലിക്കേഷനാണ്? നെസ്കോബിന്റെ പബ്ലിക്കേഷനാണ് ജാഗൃതി. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ, സഹകരണ ശബ്ദം ആരുടെയാണ്? കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാഫ് അസോസിയേഷന്റെയാണ്. കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ പബ്ലിക്കേഷനാണ് സഹകരണ ശബ്ദം. വിനിമയ ആരുടേതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റിന്റെ പബ്ലിക്കേഷനാണ് വിനിമയ. ജാഗൃതി നെസ്കോബിന്റെ പബ്ലിക്കേഷനാണ്. അടുത്ത സഹകരണ ശബ്ദം ആരുടെയാണ്? കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാഫ് അസോസിയേഷന്റെയാണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, പരസ്പര സഹായി. പരസ്പര സഹായി പബ്ലിക്കേഷൻ ആരുടേതാണ്? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പബ്ലിക്കേഷനാണ് പരസ്പര സഹായി. അടുത്തത് സഹകരണ വീതി. സഹകരണ വീതി ആരുടെയാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ പബ്ലിക്കേഷനാണ് സഹകരണ വീതി. അടുത്തത് സഹകരണധാര. സഹകരണധാര ആരുടെയാണ്? അസോസിയേഷൻ ഓഫ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സിന്റെയാണ്. അസോസിയേഷൻ ഓഫ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സിന്റെ പബ്ലിക്കേഷനാണ് സഹകരണധാര. പരസ്പര സഹായി ആരുടെ പരസ്പര സഹായി മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പബ്ലിക്കേഷനാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏതാണ്? സഹകരണ വീതി. അടുത്ത് അസോസിയേഷൻ ഓഫ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സിന്റെ പബ്ലിക്കേഷൻ സഹകരണ ധാര. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ, മത്സ്യ ആരുടെ പബ്ലിക്കേഷനാണ്? മത്സ്യഫെഡ്. മത്സ്യ പേര് കൂടി തന്നെയുണ്ട്. മത്സ്യഫെഡിന്റെ പബ്ലിക്കേഷനാണ് മത്സ്യ. അടുത്തത് കോപ്പറേറ്റീവ് വർക്കർ. കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് വർക്കർ. അടുത്തത് ഹൗസിംഗ് ന്യൂസ്. ഹൗസിംഗ് ന്യൂസ് ഒരു ക്വാർട്ടർലി ജേണലാണ്. അതിന് പബ്ലിഷ് ചെയ്യണത് NHB ആണ്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. അടുത്ത മത്സ്യഫെഡിന്റെയാണ്. കോപ്പറേറ്റീവ് വർക്കർ കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെയാണ്. ഹൗസിംഗ് ന്യൂസ് ഏതാണ്? NHBയുടെയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ദി ഹോം. ദ പബ്ലിക്കേഷൻ ആരുടെയാണ്? സീഡന്റെ പബ്ലിക്കേഷനാണ് ദി ഹോം എന്ന് പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17, കൺസ്യൂമർ കോപ്പറേറ്റർ. NCCFന്റെ മന്ത്ലി പബ്ലിക്കേഷനാണ് കൺസ്യൂമർ കോപ്പറേറ്റർ. NCCF എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ്. അതിൻ്റെ അവരുടെ പബ്ലിക്കേഷനാണ് കൺസ്യൂമർ കോപ്പറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18, കയർ ന്യൂസ്. കയർ ന്യൂസ് ആരുടെയാണ്? മന്ത്ലി ജേണൽ ഓഫ് കയർ ബോർഡ്. കയർ ബോർഡിന്റെ മന്ത്ലി ജേണലാണ് കയർ ന്യൂസ് എന്ന് പറയുന്നത്. അടുത്ത ദി ഹോം ആരുടെയാണ്? സീഡന്റെയാണ്. കൺസ്യൂമർ കോപ്പറേറ്റർ NCCFന്റെയാണ്. കയർ ന്യൂസ് മന്ത്ലി ജേണൽ ഓഫ് കയർ ബോർഡാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19, ദി കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് ICA. ICAയുടെ ഒരു പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി എന്ന് പറയുന്നത്. അടുത്തത് വി ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് ആരുടെയാണ്? സീഡന്റെയാണ്. സീഡന്റെ ഒരു പബ്ലിക്കേഷന്റെ പേരാണ് വി. തൊട്ടുപിന്നെ വേറൊരു പബ്ലിക്കേഷൻ പഠിച്ചിരുന്നല്ലോ, അതേതാണ്?
ദി ഹോം. ദി ഹോം എന്ന് പറയുന്നതും ആരുടെ പബ്ലിക്കേഷനാണ്? സ്വീഡന്റെ പബ്ലിക്കേഷനാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21, ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ ദി കോപ്പറേറ്റർ. ഇത് രണ്ടും ആരുടെ പബ്ലിക്കേഷനാണ്? NCUA പബ്ലിക്കേഷനാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂവും ദി കോപ്പറേറ്ററും. ഇതിൽ കോപ്പറേറ്റർ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ആരുടെ പബ്ലിക്കേഷനാണ്? അത് വില്യം കിങ്ങിൻ്റെയാണ്. ഇൻ 1828 വില്യം കിങ് പബ്ലിഷ് ചെയ്ത പുസ്തകത്തിന്റെ പേര്, ജേണലിന്റെ പേരാണ് കോപ്പറേറ്റർ. ദി കോപ്പറേറ്റർ ആരുടെയാണ്? NCUA-യുടെയാണ്. രണ്ടും തെറ്റിപ്പോകരുത് കേട്ടോ. ഇല്ല, ഒന്നുകൂടി നോക്കാം. കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടർ ആരുടെയാണ്? ICA-യുടെയാണ്. വി ഈസ് എ പബ്ലിക്കേഷനും സ്വീഡന്റെയാണ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂവും ദി കോപ്പറേറ്റീവ് ആരുടെയാണ്? NCUA-യുടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. ബട്ടർ ബിസിനസ് ഈസ് എ പബ്ലിക്കേഷനോ ആരുടെയാണ്? അയർലൻഡിന്റെ പബ്ലിക്കേഷനാണ് ബട്ടർ ബിസിനസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23, ലേബർ കൂപ്സ് ആരുടെ പബ്ലിക്കേഷനാണ്? NFLCയുടെ നാഷണൽ ഫെഡറേഷൻ ഓഫ് ലേബർ കോപ്പറേറ്റീവിന്റെ പബ്ലിക്കേഷനാണ് ലേബർ കൂപ്സ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. കോപ്പറേറ്റീവ് ട്രേഡ് ന്യൂ ഡൈജറ്റ് ആരുടെയാണ്? RBIയുടെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ട്രേഡ് ന്യൂ ഡൈജറ്റ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ബട്ടർ ബിസിനസ് പബ്ലിക്കേഷനോ അയർലൻഡ്, ലേബർ കൂപ്സ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ലേബർ കോപ്പറേറ്റീവ്സ്, കോപ്പറേറ്റീവ് ട്രേഡ് ന്യൂ ഡൈജറ്റ് RBI. അത് ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. സഹകരണ ജേണൽ ആരുടെ പബ്ലിക്കേഷനാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ പബ്ലിക്കേഷനാണ് സഹകരണ ജേണൽ. അപ്പോൾ സഹകരണ വീതി ആരുടെ പബ്ലിക്കേഷനാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ പബ്ലിക്കേഷനാണ് സഹകരണ വീതി. സഹകരണ ജേണൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26, സഹകരണ പ്രബോധിനി. സഹകരണ പ്രബോധിനി ആരുടെ പബ്ലിക്കേഷനാണ്? കൊച്ചിൻ കോപ്പറേറ്റീവിന്റെ പബ്ലിക്കേഷനാണ് സഹകരണ പ്രബോധിനി. അടുത്ത ക്വസ്റ്റ്യൻ 27, ദി കോപ്പറേറ്റർ. ഇത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയന്റെ മന്ത്ലി പബ്ലിക്കേഷനാണ്. ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദി കോപ്പറേറ്റർ ആരുടെ പബ്ലിക്കേഷനാണ്? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ NCUA-യുടെ മന്ത്ലി പബ്ലിക്കേഷനാണ് ദി കോപ്പറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. കൂട്ടരവ് ഇത് ആരുടെ പബ്ലിക്കേഷനാണ്? തമിഴ്നാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29, ബോംബെ കോപ്പറേറ്റീവ് ന്യൂസ്. അതായത് ഇവിടത്തെയാണ് ബോംബെ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പബ്ലിക്കേഷനാണ് ബോംബെ കോപ്പറേറ്റീവ് ന്യൂസ്. അടുത്തത് ആവാസ് ഭക്തി ആരുടെയാണ്? നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെയാണ്. അത് ഹിന്ദി മാഗസിൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31 ആണ്. അർബൻ ക്രെഡിറ്റ് നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു മന്ത്ലി പബ്ലിക്കേഷനാണ് അർബൻ ക്രെഡിറ്റ്. ഇവരുടെ തന്നെ വേറൊരു പബ്ലിക്കേഷൻ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. ഏതാണ്? കോപ്പറേറ്റീവ് ബാങ്കിങ് ആണ്. അത് വീക്കിലി പബ്ലിക്കേഷനാണ്. ഇത് അർബൻ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മന്ത്ലി പബ്ലിക്കേഷനാണ്. മുകളിൽ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം പഠിച്ച ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക.